ഗാസയിലെ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ ഇസ്രായേൽ ആയുധ കമ്പനിയുടെ വരുമാനത്തിൽ വർധന. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 11.5% വരുമാന വർധനയാണ് ഇസ്രായേൽ ആയുധ നിർമ്മാണ കമ്പനിയായ എലിബിറ്റ് സിസ്റ്റത്തിനുണ്ടായത്. ഇസ്രായേലിനായി ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന കമ്പനിയാണ് എലിബിറ്റ്. ഗാസയിൽ യുദ്ധം തുടങ്ങിയതോടെ ഇസ്രായേലിന്റെ ആയുധ ആവശ്യകതയിൽ വർധനയുണ്ടായത് കമ്പനിയുടെ വരുമാനത്തിലും പ്രതിഫലിക്കുകയായിരുന്നു. ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് സ്റ്റിമുലേറ്ററുകൾ, ഡ്രോണുകൾ, ആർട്ടിലറി, ലേസറുകൾ തുടങ്ങിയവയെല്ലാം കമ്പനി നൽകുന്നുണ്ട്. ആഗോളതലത്തിലും ആയുധങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചതുമൂലം കമ്പനിയുടെ വരുമാന ലക്ഷ്യങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് എലിബിറ്റ് സിഇഒ അറിയിച്ചു. $20.4 ബില്യൺ മൂല്യമുള്ള ഇടപാടുകളാണ് കമ്പനി നടത്തിയത്. റഫേലിലെ തമ്പുകൾക്ക് നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേൽ സേന നടത്തിയ ഷെല്ലാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. അതിനിടെ വടക്കൻ റഫേലിലെ അൽ ഹഷാഷിൻ മേഖലയിൽ ഇസ്രായേൽ വ്യോമ നിരീക്ഷണം നടത്തി. ഇവിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ഗാസയിലെ ആകെ മരണം 36,050 ഇതിൽ 15,000 പേർ കുട്ടികളാണ്. 81,026 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 519 പേർ കൊല്ലപ്പെടുകയും 4,950 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിനിടെ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 10 ലക്ഷം പലസ്തീനികൾ റഫേൽ നിന്ന് പലായനം ചെയ്തതായി പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി അറിയിച്ചു. റഫേൽ ഒരിടവും സുരക്ഷിതമല്ല. കനത്ത ബോംബാക്രമണം തുടരുകയാണ്. ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും അഭാവം ജനങ്ങളെ വലയ്ക്കുന്നു. കൂടാതെ മാലിന്യ കൂമ്പാരങ്ങളും ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് സഹായവും സംരക്ഷണവും നൽകുന്നത് അസാധ്യമായി മാറിയിട്ടുണ്ടെന്നും UN ഏജൻസി വ്യക്തമാക്കി. റഫേലിലെ ആശുപത്രികൾ ഇസ്രായേൽ അധിനിവേശ സൈന്യം ആക്രമിച്ചതോടെ ചികിത്സാ സൗകര്യങ്ങളും പ്രതിസന്ധിയിലാണ്. ഇന്തോനേഷ്യൻ ഫീൽഡ് ആശുപത്രിയിലെ മുകൾ നിലയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ബോംബിട്ടിരുന്നു. ഇവിടെ ആരോഗ്യ പ്രവർത്തകരും രോഗികളും കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. കൂടാതെ ഇവിടെ അഭയം പ്രാപിച്ച പലസ്തീനി കുടുംബാംഗങ്ങളും ദുരിതത്തിലാണ്. റഫീലെ കുവൈറ്റ് സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി. ആശുപത്രിയുടെ ഗേറ്റിന് പുറത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 2 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. വ്യോമാക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചു. ഇതോടെ ആശുപത്രി അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ 249 പേരിൽ ഭൂരിഭാഗവും ഈ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിട്ടുള്ളത്. ഇസ്രായേൽ അധിനിവേശ സേന റഫേലിലെ സൈനിക നടപടി വ്യാപിപ്പിക്കുകയും ആശുപത്രിയെ ആസൂത്രിതമായി ലക്ഷ്യമിടുകയും ചെയ്യുന്നതിനാലാണ് പ്രവർത്തനം നിർത്തിയതെന്ന് ആശുപത്രി ഡയറക്ടർ പറഞ്ഞു. ആശുപത്രി പ്രവർത്തനം നിർത്തുന്നത് റഫേലിലെ ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് തീർക്കുകയെന്ന് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മുഹമ്മദ് താഹിർ വ്യക്തമാക്കി. ബഹുമുഖ ആക്രമണമാണ് ഇവിടെ തങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ആളുകളെ ആക്രമിക്കുക മാത്രമല്ല, ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുക കൂടിയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നും താഹിർ പറഞ്ഞു. കുവൈറ്റ് ആശുപത്രിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ആശുപത്രിയായിരുന്നു. ഇനി ആളുകളെ മാറ്റുന്നത് അൽ മവാസിയിലേക്കാണ്. അവിടെ പൂർണ്ണമായും സജ്ജമാകാത്ത ഫീൽഡ് ആശുപത്രിയാണുള്ളത്. ആംബുലൻസുകളുടെ യാത്ര സൈന്യം നിയന്ത്രിക്കുന്നുണ്ട്. അതിനാൽ പരിക്കേറ്റവർക്ക് സഹായം പോലും ലഭിക്കാത്ത സാഹചര്യമാണെന്നും താഹിർ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.